അഥവാ നബി തങ്ങൾ ദുആ ചെയ്തു, ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. ഫഅജാബ റബ്ബുൽ ആലമീൻ ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. ആ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് കൊടുത്ത ഉത്തരമാണ് 3 ചുമരുകൾക്കുള്ളിലായി അത് സംരക്ഷിക്കപ്പെട്ടത്. ഒരാൾക്കും കയറി ചെല്ലാൻ, ഒരാൾക്കും തൊട്ടുമുത്താൻ, ഒരാൾക്കും അവിടെ തടവാൻ, ഒരാൾക്കും അവിടെ ചെന്ന് സുജൂദ് ചെയ്യാൻ ഒന്നും പറ്റാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ടു. അന്നവിടെ അതിന് മീതെ കുബ്ബയുണ്ടായിരുന്നില്ല. അത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആ കുബ്ബ ഉണ്ടായത് എന്നതാണ് യഥാർത്ഥ ചരിത്രം. ഈ പുസ്തകം വ്യക്തമായത് പറയുന്നുണ്ട്. ഇമാം സുംഹൂദിയുടെ വഫാ ഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥവും ഈ വിഷയം വിശദീകരിക്കുന്ന കിതാബാണ്. നബിതങ്ങളുടെ ഭവനവുമായി മദീനയുമായി ബന്ധപ്പെട്ട വിശദമായ ചരിത്രമാണ് 4 വാള്യങ്ങളുള്ള ഈ ഗ്രന്ഥം. അവിടുത്തെ പള്ളി, അവിടുത്തെ നബിതങ്ങളുടെ വീട്, സ്വഹാബത്തിൻ്റെ വീടുകൾ, അവർ ഉപയോഗിച്ച കിണറുകൾ, അന്നത്തെ വഴികൾ തുടങ്ങി മദീനയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വഫാ ഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥം. ഇതിൽ ആ കുബ്ബയുമായി ബന്ധപ്പെട്ട വിശദമായ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അന്നൊക്കെ ഈ ഖബറിനുള്ളിലേക്ക് കടക്കാൻ ആർക്കും പറ്റാത്ത വിധം 3 ചുമരുകൾക്കുള്ളിൽ അത് സംരക്ഷിക്കപ്പെട്ടതാണ്. മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകമാണ് തിരുശേഷിപ്പുകൾ ചരിത്രം മഹത്വം എന്ന പേരിൽ കാന്തപുരം മുസ്ലിമടക്കം അതിന് അംഗീകാരം നൽകിക്കൊണ്ടിറക്കിയ പുസ്തകമാണ്. ഞാൻ അപ്പുറത്ത് വേറാളില്ലല്ലോ അംഗീകരിക്കാൻ. ഇതിലും വിശദമായി ഈ കുബ്ബയുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. അവിടെ ആരംഭിക്കുന്നതെന്തറിയോ? കുബ്ബയുടെ പ്രഥമ നിർമ്മാണം അതിന് പറയാം. സ്വഹാബികളുടെയോ താബികളുടെയോ കാലഘട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ഷരീഫയുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അതാ ഒന്നാമത്തെ വാചകം തന്നെ. പഠിച്ചോ എഴുതിപ്പിക്കാതൊക്കെ. സ്വഹാബികളുടെയോ താബികളുടെയോ കാലഘട്ടത്തിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഖബറുണ്ടോ? ഖബറുണ്ട്. അന്ന് ഖബറുണ്ട്. നബിതങ്ങൾ വഫാത്തായത് ഹിജ്റ 11-ാം വർഷമാണല്ലോ. അതിനുശേഷം ഏതാണ്ട് 70-80 കൊല്ലക്കാലം സ്വഹാബിമാർ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ സ്വഹാബികളെ കാലത്ത് കുബ്ബ ഇല്ല, താബിഈങ്ങളുടെ കാലത്ത് കുബ്ബ ഇല്ല. പിന്നെയോ ഹിജ്റ 678 സുൽത്താൻ ഖലാവൂൻ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് പ്രഥമമായി ഹുജ്റയുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടത്. ഹിജ്റ 678 അന്നത്തെ രാജാവ് സുൽത്താൻ ഖലാവൂൻ എന്ന രാജാവ്, ആ രാജാവിൻ്റെ കാലത്താണ് ആദ്യമായി കുബ്ബ നിർമ്മിക്കപ്പെട്ടത്. അപ്പം നബിതങ്ങളുടെ കാലം കഴിഞ്ഞ് ഏതാണ്ട് 667 കൊല്ലം കഴിഞ്ഞിട്ട് 667 കൊല്ലം കഴിഞ്ഞ് 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അവിടെ കുബ്ബയുണ്ടാകുന്നത്. അന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് കുബ്ബ പണി കഴിപ്പിച്ചത്. താഴ്ഭാഗത്ത് 4 കോണുകളിലും മുകൾ ഭാഗത്ത് 8 കോണുകളിലുമായി വളരെ ചമൽക്കാരത്തോടെയാണ് കുബ്ബ നിർമ്മിച്ചിരുന്നത്. മരക്കമ്പുകൾ കൊണ്ടും മറ്റുമാണ് പ്രഥമ നിർമ്മാണം. അന്ന് പച്ചക്കുബ്ബൊന്നുമില്ല. അന്ന് മരക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുബ്ബ അതായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാണ്. പിന്നീട് അതിന് ഓരോ കാലങ്ങൾ വ്യത്യസ്തമായ കാലത്ത് അതിന് ചില പുനർനിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് വിശദമായി ഓരോ കാലം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നു. ഹിജ്റ 765 ഇത് 678 ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 765 സുൽത്താൻ ഷഹ്ബാൻ ഇബ്നു ഹുസൈൻ എന്നവരുടെ ഭരണകാലത്ത് മുമ്പത്തേക്കാൾ ഉപദൃഢതയും മനോഹാരിതയും കൈവന്നു. കാലക്രമേണ വീണ്ടും കുബ്ബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങി. ഹിജ്റ 881 വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി. അപ്പം ആദ്യം 678, പിന്നെ അതിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ 765 പുതുക്കി പണിതു. പിന്നെ അത് 881 വീണ്ടും പുതുക്കി പണിതു. ഇങ്ങനെ പല ഘട്ടത്തിലും കുബ്ബക്ക് സംരക്ഷണം നൽകാൻ അതാത് കാലഘട്ടങ്ങളിലെ ഭരണാധികാരികൾ ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാം, പിന്നെ തീപിടുത്തമുണ്ടായി മദീനയിൽ 2 തവണ. ചരിത്രത്തിൽ അറിയപ്പെട്ട തീപിടുത്തം മദീന പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത അധ്യായം. കുബ്ബയും അപകടവും അവിടെ ഒരു അപകടമുണ്ടായി, തീപിടുത്തമുണ്ടായി. പള്ളിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അതിൽ തീപിടുത്തത്തിൽ കരിഞ്ഞുപോയി.
അവിടെ മറ്റൊരു ഹെഡിങ് ഇതിലുണ്ട്, അതാണ് രസം. ഷിയാക്കളാണ് കാരണക്കാരൻ. ഈ തീപിടുത്തണ്ടാകാൻ കാരണം ഷിയാക്കളാണ്. രണ്ട് കാരണമുണ്ട്. ഒന്ന് ഭൗതികമായ കാരണം. അതെന്താ? അവിടുത്തെ പള്ളിയുടെ മുഅദ്ദിന് തീയുമായി വന്നു, എന്തൊരു ആവശ്യത്തിന് വേണ്ടി ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട്. ആ തീ അയാളെ കയ്യിൽ നിന്ന് തട്ടിമറിഞ്ഞ് പോയിട്ട് പായക്ക് തീ പിടിച്ചു. അത് പിന്നെ എല്ലാ ഭാഗത്തേക്കും കത്തിപ്പടർന്നു. അണക്കാനാവാത്ത വിധം ആ തീ ഒന്ന് കത്തിയിട്ട് പള്ളിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കത്തി നശിച്ചു. ഇതാണ് കാരണം. ആ കാരണം തീ പറയുന്നുണ്ട്. പള്ളിയിലെ 100-ലധികം തൂണുകൾ കത്തി നശിച്ചു ആ തീപിടുത്തത്തിൽ. എന്നിട്ട് പറയാ, അപകടത്തിൻ്റെ ഭൗതികമായ കാരണങ്ങൾ മുൻ അധ്യായത്തിൽ പരാമർശിച്ചു. ഇനി ഇതിന് ആത്മീയമായ കാരണങ്ങൾ ഉണ്ടായേക്കാം. ആത്മീയ കാരണമുണ്ട്. അതെന്താ? മദീനയിലും മസ്ജിദ് നബവിയിലും പല കാലങ്ങളിൽ പലരും ഭരണം നടത്തുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തീപിടുത്തമുണ്ടായ ഘട്ടങ്ങളിൽ ഷിയ ആധിപത്യമായിരുന്നു മദീനയിൽ. ഖാദിയും ഖതീബും തുടങ്ങി എല്ലാവരും ഷിയാക്കളായിരുന്നു. അപകടത്തിനൊരു ആത്മീയ കാരണം ഇതെന്ന് അനുമാനിക്കാം. അപ്പം എന്താ പറഞ്ഞത്? അവിടെ ഇടക്കാലത്ത് ഷിയാക്കൾ ഭരിച്ചിട്ടുണ്ട്. അന്ന് അതൊക്കെ ഉണ്ടായത്. അന്ന് ഖതീബും ഷിയ, ഖാദിയും ഷിയ, മുഅദ്ദിനും ഷിയ, എല്ലാവരും ഷിയാക്കളായ കാലമുണ്ടായിട്ടുണ്ട്. അക്കാലത്താണ് ഈ വക എല്ലാ ഏർപ്പാടും ഉണ്ടായത്. അത് വഹാബികൾ പൊളിച്ചെങ്കിൽ ദൗത്യം നിർവഹിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. സ്വഹാബികൾ ഉണ്ടാക്കാത്തത് ഷിയാക്കൾ ഉണ്ടാക്കി. അപ്പോൾ വഹാബികൾ പൊളിച്ചു. അത് ആവശ്യമാണ്, ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ പുനർനിർമ്മാണം പിന്നെയും നടന്നു. വ്യത്യസ്തമായ കാലത്ത് നടന്നു. അന്നൊന്നും പച്ചക്കുബ്ബയല്ല. പിന്നീട് പറയാണ്, ഹിജ്റ 872 രാജാവായി വന്ന കായ്തബായി അദ്ദേഹത്തിൻ്റെ കാലത്ത് വീണ്ടും പിന്നെ അവിടെ പുനർനിർമ്മാണമുണ്ട്. ഓരോന്നും പറയുന്നുണ്ട്. അവസാനം ആ കുബ്ബ പച്ചയായിരുന്ന കുബ്ബയുടെ പച്ച നിറം, കുബ്ബക്ക് പച്ച നിറം നൽകപ്പെടുന്നതിന് മുമ്പ് പല നിറങ്ങൾ കുബ്ബക്കുണ്ടായിരുന്നു. കുബ്ബത്തുൽ ബൈളാ, അതായത് വെളുത്ത കുബ്ബ, കുബ്ബത്തുൽ സർഖാ, നീലക്കുബ്ബ, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത പേരിൽ അറിയപ്പെട്ടുള്ളതൊക്കെ പറഞ്ഞിട്ട് പറയാ. ഇതൊക്കെ അന്നത്തെ ഈ നിറത്തിനനുസരിച്ചിട്ട പേരാണ്. ഹിജ്റ 1253 അബ്ദുൽ ഹമീദ് രാജാവ് കുബ്ബക്ക് പച്ച നിറം നൽകാൻ ഉത്തരവിട്ടു. പച്ച നിറം നൽകപ്പെടുന്നതിന് മുമ്പ് ഇത് നീല നിറത്തിലായിരുന്നു. ആദ്യമായി കുബ്ബക്ക് പച്ച നിറം നൽകിയതെന്ന ബഹുമതിയും അബ്ദുൽ ഹമീദ് രാജാവിനാണ്. അപ്പം അതുവരെ നീലക്കുബ്ബയാണ്. ഇന്നിപ്പോൾ ആളുകൾ കാട്ടിലുണ്ടായിരിക്കും സ്വഹാബിയുടെ കാലം മുതലേ പച്ചക്കുബ്ബ ഇങ്ങനെ ഉണ്ട് എന്നാണ്. ഇല്ല, അത് ആകെ 200 കൊല്ലമേ ആയിട്ടുള്ളൂ. ഹിജ്റ 1253, 200 കൊല്ലം തികഞ്ഞിട്ടില്ല. 200 കൊല്ലം തികഞ്ഞിട്ടില്ല ആ കുബ്ബ പച്ചയായിട്ട്.